അയ്യോ, ഇറങ്ങി ഇറങ്ങി. എന്താ നിർത്തിയത്? രായപ്പന്തോ നിൽക്കുന്നു. അതിനെവിടെ നിർത്തില്ല കാര്യം? വണ്ടി വിട്. കേരള ഇറങ്ങിക്കൂട്ട്. രായപ്പന്റെ അടുത്തേക്ക് എന്നെ കണ്ടാ ഇടിച്ച് അവ എന്റെ നട്ടല് വെള്ളമാക്കും. എന്റെ വക്കീലെങ്ങനെ ബുദ്ധിയില്ലാതെ സംസാരിക്കല്ലേ വെറുതെ. അവൻ എന്നെ കോടതി കയറ്റാനല്ലേ വക്കീലിനെ കാണാൻ വന്നത്. പിന്നെന്ത് ചെയ്യും? വക്കീൽ പോയി സംസാരിക്കേ. ഞാനെന്താ സംസാരിക്കാൻ? വേണ്ടാത്ത ബുദ്ധിയൊക്കെ അവന് പറഞ്ഞു കൊടുത്തത് വക്കീലല്ലേ. ഇനി അതിൽ നിന്ന് തലയൂരാനുള്ള ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്ക്. സംസാരിക്കല്ലേ? സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. വക്കീല, ചിലപ്പോ പെട്ടെന്നൊന്നും രായപ്പം വഴങ്ങിയില്ലാന്ന് വരും. പക്ഷെ വിട്ടുകൊടുക്കരുത്. കാല് പിടിച്ചിട്ടായിരുന്നാലും കാര്യം സാധിക്കണം. ഒന്നും പറയല്ലേ. എന്റെ വാലിരിക്കുന്നൊന്നും കേക്കണ്ട. എല്ലാറ്റിനും കാരണം ഉത്തമനാ. എങ്ങനെയെങ്കിലും രാജപ്പനൊന്ന് പറഞ്ഞു ഒതുക്കിയിട്ട് ഞാനിതാ വരുന്നു. ഉത്തമനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. വാങ്ങിച്ചോളാം. വക്കീലിന്റെ ചൂട് കണ്ടു തോന്നും. ഞാനെന്തോ തെറ്റ് ചെയ്തെന്ന്. കെട്ടിയോ കൈക്കൂലി വാങ്ങാത്തത് എന്റെ തെറ്റാണോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാൽ മിനിമം കൈക്കൂലി വാങ്ങാനെങ്കിലും അറിയണ്ടേ? രാജപ്പൻ ചേട്ടാ, ഇതാരും വക്കീലോ? വക്കീല് ചായ കുടിക്കാൻ പോവാ? അല്ല, ഞാൻ രാജപ്പൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. എന്താ വക്കീലേ? അല്ല, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു തന്ന ആ ഐഡിയ ഉണ്ടല്ലോ, അത് വേണ്ട. അതെന്താ? അല്ല, അത് പിന്നെ ശരിക്കും ആ ഓഫീസർ കൈക്കൂലിക്കാരനല്ലെങ്കിലോ? ചിലപ്പോ അയാള് ഭയങ്കര സത്യസന്ധരായിരിക്കും. നിങ്ങൾ പറഞ്ഞ ആ ബ്രോക്കർ ആയിരിക്കും കുഴപ്പമുണ്ടാക്കിയത്. സംഭവം ഒതുങ്ങുന്ന മട്ടില്ല. മനസ്സിലായില്ല. അതായത് രാജപ്പ ചേട്ടൻ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് തരാതിരുന്നെങ്കിലോ? അങ്ങനെ എന്തോ എന്നോട് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് തരാൻ ശരിക്കും എന്തെങ്കിലും തടസ്സം കാണും. അതുകൊണ്ട് ഓഫീസർ തന്നില്ല. രാജപ്പ ചേട്ടൻ വിചാരിച്ചു കൈക്കൂലിക്ക് വേണ്ടിയാണെന്ന്. അങ്ങനെ രാജപ്പ ചേട്ടൻ പോയി ബ്രോക്കറെ കണ്ടു. അയാൾ കിട്ടുന്നത് പോരട്ടെ എന്ന് കരുതി രാജപ്പ ചേട്ടനെ നിന്ന് കാശ് വാങ്ങിച്ചതായിരിക്കും. അങ്ങനെ ആരെങ്കിലും വാങ്ങൂ? ചേട്ടാ, നമ്മുടെ നാട്ടിൽ ഇതല്ല, ഇതിനപ്പുറം നടക്കില്ലേ? ആ പാവ ഓഫീസർ അറിയാതെ ബ്രോക്കർ കാശും കൊണ്ടും പോയി. ഇക്കാര്യത്തിൽ നിരപരാധിയായ ഓഫീസറെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇതൊക്കെ വക്കീലിന്റെ ഊഹമല്ലേ? അല്ല, ഇതിങ്ങനെയായിരിക്കും ശരിക്കും സംഭവിച്ചത്. എനിക്ക് ഉറപ്പാ. വക്കീലിന്റെ അച്ഛൻ കണിയാനാണോ? അല്ലല്ലോ. അശോ, രാജപ്പ ചേട്ടൻ എന്നെ ഒന്ന് വിശ്വസിക്ക്. ആ പാവം വില്ലേജ് ഓഫീസർ ഉപദ്രവിക്കരുത്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാതെ കാര്യം ആദ്യമേ അങ്ങോട്ട് അവതരിപ്പിച്ച് വക്കീലേ. ഇനി വക്കീലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഐഡിയ പറഞ്ഞു തന്നത് വക്കീല. ഞാനത് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ബ്രോക്കർ ചെയ്ത തെറ്റിന് മോഹനേട്ടൻ ശിക്ഷിക്കപ്പെടുന്നത് ശരിയാണോ? ആരെ? മോഹനേട്ടനെ. നിങ്ങൾ ഈ പറഞ്ഞ മോഹനകൃഷ്ണൻ എന്റെ ഭർത്താവാണ്. ജീവിതത്തിൽ ഇതുവരെ 10 പൈസ കൈക്കൂലി വാങ്ങാത്ത മാന്യൻ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും നല്ലൊരു മനുഷ്യനില്ല. ആ മനുഷ്യന് ദോഷം വരുന്നത് വല്ലതും ചെയ്താൽ രാജപ്പൻ ചേട്ടനെ ഞാൻ കോടതി കയറ്റും. എന്നെ തനിക്ക് അറിഞ്ഞൂടാ. ഈ അഡ്വക്കേറ്റ് സത്യഭാമ ആരാണെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഇനി വല്ല അന്യായവും രാജപ്പൻ ചേട്ടന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ. ഓഹോ, കെട്ടിയോൻ കൈക്കൂലി വാങ്ങിയതിനെ പറ്റി പറയുമ്പോ കെട്ടിയോള് പേടിപ്പിക്കുന്നോ? നിങ്ങൾ രണ്ടാളും കൊള്ളാലോ. എന്താ സംശയം? ചുണയുണ്ടെങ്കിൽ ഒന്ന് കേസ് കൊടുത്ത് നോക്ക്. വിജിലൻസുകാരെ തെറ്റിദ്ധരിപ്പിച്ച് മാന്യനായ ഉദ്യോഗസ്ഥനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിന് രാജപ്പ ചേട്ടനെ അകത്തു പോവും. സെക്ഷൻ 420 IPC എന്താണെന്ന് അറിയാമോ? അപ്പൊ എന്റെ കാശോ? താൻ കാശ് കൊടുത്തത് ഉത്തമനല്ലേ? ഉത്തമന്റെ അടുത്ത് പോയി ചോദിക്കണം. അതിന് ഉത്തമൻ എവിടെ? അവൻ മുങ്ങിയില്ലേ? എവിടെ? ആ നിൽക്കുന്ന ആളല്ലേ നിങ്ങളോട് കാശ് മേടിച്ചത്? എന്നെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ കൊണ്ടുവന്നത്. ഞാൻ പിടിച്ചോളാം.
ഒടുവിൽ അഴിമതിക്കാരനായ സർക്കാർ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ഈ പാവം വക്കീല് വേണ്ടി വന്നു. അങ്ങനെ പറയരുത് ഭാമ. ഞാൻ അഴിമതി നടത്തിയിട്ടില്ലല്ലോ. ഞാനറിയാതെ ഉത്തമൻ കാശ് വാങ്ങിയത് എന്റെ കുറ്റാണോ? അല്ല. പക്ഷേ ഉത്തമൻ പറയുന്നത് പോലെ മോഹനേട്ടൻ ചെയ്തു കൊടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഉത്തമൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നത്. ഉത്തമനെ എന്റെ കൈ കിട്ടട്ടെ. എന്തായാലും സമയത്ത് ഉത്തമൻ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ ഇപ്പൊ ജയിലിൽ കിടന്നേനെ. ഭാമ, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ശരിക്കും ഉദ്യോഗസ്ഥന്മാരായിരിക്കില്ല കാശ് വാങ്ങുന്നത്, ഇതുപോലുള്ള ബ്രോക്കർമാരായിരിക്കും. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ലവരാ. പിന്നെ നാട്ടിലിറങ്ങി പൊതുജനത്തോടൊന്ന് ചോദിച്ചു നോക്ക്, അപ്പൊ അവര് പറഞ്ഞു തരും ഇതിനുള്ള മറുപടി. ഇനി ഇതിന്റെ പേര് നമ്മൾ തമ്മിൽ പടങ്ങാൻ നിൽക്കണ്ട. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. ഒന്ന് ചിരിച്ചേ. സർക്കാർ ഉദ്യോഗസ്ഥർ നല്ലവരല്ലേ? നല്ലവരായിരിക്കും അവണേ. സർക്കാർ ഉദ്യോഗസ്ഥരിൽ അഴിമതിക്കാരും അല്ലാത്തവരുമുണ്ട്. അഴിമതിക്കാരനായ സർക്കാർ ഉദ്യോഗസ്ഥനെ കേസിൽപ്പെടുത്താൻ നോക്കിയ വക്കീൽ ഇന്ന് മിക്കവാറും സത്യസന്ധനായ ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയനെ. എന്ത് കൊടികെട്ടിയ വക്കീലായാലും ബുദ്ധി കൂടിപ്പോയാലും കുഴപ്പമാണെന്ന് സത്യഭാമയ്ക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും. മറ്റെന്തൊക്കെ തകരാറുണ്ടെങ്കിലും തൊഴിലിൽ മാന്യനായ മോഹനകൃഷ്ണനെ ഒരു കള്ളക്കേസിൽ നിന്നും രക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ വളരെ നിസ്സാരമായ മറ്റൊരു കാര്യവുമായി കാര്യം നിസ്സാരം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്.